iPhone 16 Pro Max 5 25 ഞങ്ങൾ പറയാം. കമന്റ് ആരൊക്കെ ഇട്ട് നോക്കിയിട്ട് നല്ല ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞില്ല. 200 ദിരത്തിന് വാച്ച് തരാന്ന് പറഞ്ഞിട്ട് നമ്മള് അവനെ 50 ദിരത്തിന് 15 Pro വീണ്ടും വില പക്ഷെ TDR സാധനം കേട്ടോ. ഇത്രയും വീണ്ടും കുറച്ചു 2799 2899 ആയിരുന്നു. 2799 ദിർഹത്തിന് S24 Ultra 2 കളർ കേട്ടോ. 256 വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് BBA ഞെട്ടിച്ചു. ഭർത്താവിലെ എവറസ്റ്റ് സിറ്റിയിൽ വിവിധ കമ്പനികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഐഫോണുകളുടെ ശേഖരം തന്നെ. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വിലയിൽ എന്നാൽ വേഗം വിട്ടോ എവറസ്റ്റ് സിറ്റിയിലേക്ക്. 25 ലൈക്ക് കിട്ടിക്കണതിനിട്ടാ. പേരെന്താ iPhone 16 Proക്ക് വില പറഞ്ഞു നോക്കിയില്ലേ? കുറഞ്ഞു. ഓക്കെ, 16 Proക്ക് വില പറഞ്ഞിരിക്കുകയാണ്. 16 Pro ആണ് മെയിൻ ഓഫർ എന്ന് പറയുന്നത്. എത്ര കൊടുക്കുക? 16 Pro നമുക്ക് കൊടുക്കുക. എത്ര കൊടുക്കുക? ആയിരുന്നു iPhone 16 Pro Max ആണത്. ഐഫോൺ നമ്മുടെ ഇത് ബോക്സി ടൈപ്പ് ആണ്. S24 ഐഫോണിനെ പോലെ ആക്കിയിട്ടുണ്ട് സാധനം. ഇതാ ഐഫോൺ അല്ലത്, പക്ഷേ സാംസങ്ങിന്റെ ഡെമ്മി ഫോണും അല്ലത്. ഇതാണ് S25 Ultra. അതാണ് വന്നു S25 Ultra വന്നുട്ടാ. അപ്പൊ കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. വേറെ ലെവൽ ഓഫർ. S25 Ultra എന്താ വില, S24 Ultra എന്താ വില, ഐഫോൺ എന്താ വില എന്നല്ലേ നിങ്ങളുടെ ചോദ്യം. ദുബായ് അങ്ങാടിയിൽ S25 Ultra എന്താ ഡെമ്മി പീസ് അല്ല, ഒറിജിനൽ പീസ്, വേറെ ലെവൽ സാധനം ഉണ്ടാവും ചമരെ. S25 Ultra ഇപ്പോൾ ഐഫോണിന് വില പറഞ്ഞു, അതുപോലെ തന്നെ S24 Ultra വില പറഞ്ഞു, എല്ലാത്തിനും വില പറഞ്ഞു. ഈ സാധനം നിങ്ങൾ ഇതിന് എഡ്ജൊക്കെ ഉണ്ട്. ഐഫോണിനെ പോലെ ആക്കിയിട്ടുണ്ട് ഈ സാധനം. ഐഫോൺ അല്ലത്, പക്ഷേ സാംസങ്ങിന്റെ ഡെമ്മി ഫോണും അല്ലത്. ഇതാണ് S25 Ultra. അതാണ് പക്ഷേ ഈ സാധനം ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഐഫോണിനെ പോലെ ഇരിക്കുമോ? ഇരിക്കില്ല അല്ലേ? എന്തൊക്കെ ഐഫോണിനെ പോലെ ഇരിക്കൂലേ? ഐഫോണിന്റെ ഐഫോൺ ഇരുന്നോട്ടെ. വരും ഐഫോൺ എവിടെ അഷ്കർക്ക് വരിങ്ങട്ട് റെഡി ആയിക്കാൻ അഷ്കർക്ക് ഓഫർ ചെയ്യാൻ വേണ്ടി S25 Ultra ഓഫർ ചെയ്യോ? എല്ലാത്തിനും ഐഫോൺ. ഇത് ബോക്സി ടൈപ്പ് ഐഫോണിനെ പോലെ ഇറക്കിയിട്ടുണ്ട് സാംസങ്. ഐഫോൺ ഇരിക്കില്ല. ഐഫോൺ ഇരിക്കുന്നാണല്ലോ. 16 ഇരിക്കില്ല അല്ലേ? 15 ഇരുന്നല്ലോ. സാരിയിരുന്നു. iPhone 16 Pro Max ആണത്. ഐഫോൺ നമ്മുടെ ഇത് ബോക്സി ടൈപ്പ് ആണ് S24 Ultra. പക്ഷേ ഇരിക്കുന്നില്ലല്ലോ. കുറച്ച് പറഞ്ഞേക്കാതെ S25 Ultra ഒത്തിരി പറഞ്ഞേക്കില്ല കേട്ടോ. ഓഫർ കൊടുക്കാം നിങ്ങളതിന്. ഓഫർ കൊടുക്കാം. നെഞ്ചിങ്ങനെ പോകെയാണ് വീട് വെച്ചിട്ട് ഒറിജിനൽ സാധനം വീഴെന്നറിയില്ലോ. ഒരു കാര്യം ഒരു ഫോട്ടോ എടുത്ത് തുടങ്ങും S25 Ultra. ഏത് ഫോട്ടോ എടുക്കുക? അത് സെൽഫി എടുക്കാം. സെൽഫി എടുക്കാം. ആദ്യം ഞങ്ങളുടെ സെൽഫിയാണ് അടിച്ചിരുന്നത് സുഹൃത്തുക്കളെ. ഏതിലാ? नेचुरल आइकोटा. आप उधर सामने जाओ ना. ओके, मिल रहा है? एक मिनट, मिल रहा है ना? दो अरे वो कांच छोड़ कर दो. ओके अजस्ट कांच पोर्ट्रेट अല്ല ഇത് കാണിച്ചു കൊടുത്തിട്ട് സാധനം ക്ലിയർ ഉണ്ടല്ലേ സാധനം. ഫേസ് ഓട്ടെ നിങ്ങൾ ആദ്യം നോക്കുക. അയ്യവ കണ്ണൊക്കെ വേറെ ലെവലുള്ള നിങ്ങളുടെ അയ്യവ പൊട്ടിയിട്ടില്ല കേട്ടോ. സാധനം തരികയാണ്. ഓക്കെ, എന്നാൽ ഒരു പോർട്രേറ്റിൽ എൻ്റെ എടുക്കും. പോർട്രേറ്റിൽ ക്യാമറ ഏല 5X ഒന്ന് തുടക്കട്ടെ. ഞങ്ങളൊന്ന് തുടക്കട്ടെ. അത് ഓഫർ ഉണ്ടോ അവിടെ നോക്കിയോ? S24 FE, ഗാലക്സി S24, ഐഫോൺ, ഇതെല്ലാം ഓഫറാണോ. അതിന് മുമ്പ് നമ്മൾ ഫോട്ടോ എടുത്ത് കാണിച്ചു തരും ഞങ്ങളെ അല്ലേ? ഇത് ഫോട്ടോ പോർട്രേറ്റാ? രണ്ടെണ്ണം എടുക്കാം. ഓക്കെ, ഇതേതാ? ഓക്കെ, 06 1 2 3 പുറത്ത് വേണോ? 4. ഒരു മിനിറ്റ്, ഞാൻ എല്ലാത്തിലും എടുക്കാം. ഇത് 06. ഓക്കെ, ഇനി അപ്പൊ അടുത്തേക്ക് വരണോ? 01 വേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നോ. ഇനി 2, ഇനി 3. പുറത്തേക്ക് പോണോ? 3 ആകുമ്പോ ഓക്കെ. 3 ആകുമ്പോ കുറച്ച് പുറകേക്ക് പോകും. ഓക്കെ, 3. എന്താ തുടക്കാണ്? ഒന്ന് തുടക്കി കാണിച്ചു. എല്ലാം ലൈവാണ്. തുടക്കാണ്. ക്യാമറ തുടക്കണോ? ക്യാമറ ലൈവായിട്ട് വെച്ചാണ്. അതുകൊണ്ട് തന്നെ 3 ഓക്കെ. 3 ഓക്കെ. ഇനി 5. 5 ഞാൻ പുറകെ പോകേണ്ടി വരും. ഇപ്പോൾ ആടുന്നോ 5 വരെ പ്രശ്നമില്ല. ഇനി 5 കഴിഞ്ഞ് ഇനി 7.9 10ലേക്ക് എടുക്കല്ല. 10ലേക്ക് എടുക്കുമ്പോൾ തല മാത്രമേ കിട്ടുള്ളൂ. ഇനി പുറകെ പോകാൻ സ്ഥലമില്ല. 10 എടുത്ത് ഇനി ബാക്കിയുണ്ട് കേട്ടോ. 10 എടുത്തിട്ടുള്ളൂ. ഇനി 30 മുതൽ
അങ്ങനെയുണ്ട് 100 മുതൽ അങ്ങനെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. 100 ഇത് ഫോട്ടോയാ? ഇത് ഫോട്ടോ ആണ്. ഫോട്ടോ 100 വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആകെ 10 എടുത്തുള്ളൂ. ഇനി ഈ ഒരു ഷോപ്പിനുള്ളിലാണെങ്കിൽ 10 വരെ കിട്ടും. പുറയിലാണെങ്കിൽ കണ്ടാനെ. ഓക്കെ, ഇത് 10x ആ? ഇത് 10 ആണ്. 10x ആണ് ഈ സാധനം. ഓക്കെ 10. ഇനി 10 കഴിഞ്ഞു. ഇത് 5 ഓക്കെ 4 3 2 1x 06 അത് 06. ഓക്കെ 06. ഓക്കെ 06 5x ഒന്ന് എടുത്ത്. ഇത് 5x ആ? 5x. നിങ്ങളുടെ ഐഫോൺ എവിടെ? നിങ്ങളുടെ ഐഫോണിൽ ഇതിലൊന്നും എടുത്ത 5x ഫോട്ടോ പോർട്രേറ്റാ? ഇതല്ല, ഇത് നോർമൽ നോർമൽ അല്ലേ? പോർട്രേറ്റിൽ ഒന്ന് എടുത്ത്. ഇത് ഏതാ? ഒരു മിനിറ്റ് മക്കളെ, നിങ്ങൾ എല്ലാവരും കണ്ടോളൂ. ഇത് പോർട്രേറ്റാ? ഇത് പോർട്രേറ്റ് 3x ആ? അല്ല 5x. പോർട്രേറ്റ് 5x ഞങ്ങൾ എടുക്കാൻ വേണ്ട. ഇത് 5x ആണോ? അതെ, പോർട്രേറ്റ് ഐഫോണിലും സാംസങ് S24 5 അൾട്രയിലും പോർട്രേറ്റ് 5x എടുക്കാൻ പോകട്ടെ അഷ്കർക്ക. ഓക്കെ അഷ്കർക്ക എടുക്കേ, ഇവിടെ നാദിയാ. ഓക്കെ, ഇത് 2 ക്യാമറ. ഓക്കെ, നോക്കി മടുത്തി. ഒന്നും കൂടി. ഓക്കെ, ക്യാമറയൊക്കെ നോക്കട്ടെ. ഞാൻ സഭയ്ക്കൂലട്ടാ, മർക്ക് ഭയങ്കര തുടക്കലാണ്. ഓക്കെ, ഐഫോൺ എന്തൊരു ക്ലിയർ കുറഞ്ഞു പോയാലോ, അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഓക്കെ, നോക്കണ്ടേ? ഇപ്പൊ ഐഫോണിക്ക് നോക്കട്ടെ. ഐഫോൺ കുഴപ്പമില്ല. അല്ല, ഏതാ ഐഫോൺ ഫസ്റ്റ് അല്ലേ? ഓക്കെ, ഇനി സാംസങ്. ഐഫോൺ ഫസ്റ്റ് എടുക്കല്ലേ? അല്ല, രണ്ടും ഒരുമിച്ച് എടുത്തോ. ഐഫോൺ എടുത്തോ. ഐഫോൺ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. എന്താണ് സംഭവിച്ചത്? 5x. എന്റെ ഐഫോൺ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇനി S24 അൾട്ര എടുക്കട്ടെ? ഓക്കെ, നോക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ ഏത് ക്യാമറയ്ക്ക് നോക്കണം. ഓക്കെ, എന്താണ് പറ്റുന്ന അറിയില്ല. എന്തായാലും ഓക്കെ, ഇത് ഒറിജിനലാണ്. ഇതൊന്നും കൂടെ ഒരു ഗ്ലാമർ ഒരു തന്നിട്ടുണ്ട് അല്ലേ? കുറച്ച് വെളുപ്പിച്ചിട്ടുണ്ട്. ഇത് 5x അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്ട് 2 ഫോണിൻ്റെയും അടുത്ത 2 ഫോൺ. ഇതാ ഇത് നമ്മുടെ ഐഫോൺ 16 Pro Max, ഇത് S24 അൾട്ര. ഓക്കെ, 25 എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഒന്ന് വെളുത്തിട്ടുണ്ട് സാധനം. ഷാൻ നല്ല 2 നരിയാണ്. ഇതാ കണ്ടില്ലേ? 2 കണ്ടില്ലേ മക്കളെ? വലിപ്പം ഏതാണ്? കുറച്ച് വലിപ്പം കൂടുതലല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ചില ആൾക്കാർക്ക് വെയിറ്റ് കൂടുന്ന സംശയമാണ്. ശരിക്കും വെയിറ്റ് കുറയുകയും ചെയ്തു. ഇതില് കഴിഞ്ഞ 6.8 ആയിരുന്നു, ഇപ്പോൾ 6.9 ആക്കി. 1 ഇഞ്ച് കൂടിയിട്ടുണ്ട്. 0.1 കൂടിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 15 ഗ്രാം കുറയുകയും ചെയ്തിട്ടുണ്ട് ഇതില് S25 അൾട്രയിൽ. പക്ഷെ ഈ ബോക്സി ടൈപ്പ് എനിക്ക് പക്ഷേ മറ്റേ കർവ് ടൈപ്പ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടാ. അത് ഇങ്ങനെ ചേഞ്ചിങ് അല്ല, എല്ലാ ടൈമിലും ഒരല്ലേ. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തത്? ആർക്കാണ് ചേഞ്ച് ഇഷ്ടപ്പെടാത്തത്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പരിപാടികൾ തുടങ്ങാം. ഓക്കെ, S25 അൾട്ര പെട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഫോൺ വേണം. അപ്പൊ നമുക്ക് ആദ്യം ഓഫർ അടിപൊളി ഓഫർ കൊടുക്കല്ലേ? കൊടുക്കാം. ഓഫർ അടിപൊളി ഇതൊന്നും തുറന്നേ. ഓഫറെല്ലാം കിട്ടില്ല, ഓഫർ തരാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കമന്റ് ആരൊക്കെ ഇട്ട് നോക്കട്ടോ. നമ്മൾ നോക്കിയിട്ട് കൊടുക്കണം. അതെ, കമന്റ് ആരൊക്കെ ഇട്ട് നോക്കിയിട്ട് നല്ല ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞല്ലേ? 200 ദിർഹത്തിന് വാച്ച് തരാന്ന് പറഞ്ഞിട്ട് നമ്മള് ആ വാച്ച് അവിടെ തരാണ് അല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ, ഡൺ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഖത്തറുകാരുടെ പിന്നാലെ കൂടിയുണ്ട്. ഖത്തറിന്റെ വീഡിയോ എടുത്തോണ്ട് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്തത് അല്ലേ? അതിന്റെ ചെറിയൊരു ഇത് വന്നിട്ടോ സംശയം ഉണ്ടല്ലേ നമുക്ക്? അതെ, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് BBA ഞെട്ടിച്ചു. ബർദാബിലെ എവറസ്റ്റ് സിറ്റിയിൽ വിവിധ കമ്പനികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഐഫോണുകളുടെ ശേഖരം തന്നെ. അതും നിങ്ങൾ ഇഷ്ടപ്പെട്ട വിലയിൽ. എന്നാൽ വേഗം വിട്ടോ എവറസ്റ്റ് സിറ്റിയിലേക്ക്. 25 ലൈക്ക് കിട്ടിക്കണം അതിനിട്ടാ. പേരെന്താ? ഷംസു 1011. ബ്രോക്കൻ ഇരിക്കട്ടെ ഒരു വാച്ചിലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഷംസു. അതെ, ഷംസു കേട്ടോ. അതാ മക്കളെ, BBA ഞെട്ടിച്ചു എന്ന് പറയണേ. എവറസ്റ്റ് സിറ്റി വേറെ ലെവലാന്ന് പറഞ്ഞിട്ടാ. ഒരു അടിപൊളി കമന്റ് കൊണ്ടിട്ടോ. ഞാൻ അവിടുന്ന് ഒരു 12 Pro വാങ്ങിച്ചിരുന്നു. 2 വർഷമായി യാതൊരു കംപ്ലൈന്റും ഇല്ല. 100% വിശ്വസിച്ച് പോകാൻ പറ്റുന്ന സ്ഥാപനമാണ് എവറസ്റ്റ് സിറ്റി. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് 15 എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ആരും ഇല്ല ഇപ്പോൾ. അപ്പൊ നാട്ടിലുള്ള ആളാന്ന് തോന്നുന്നുട്ടോ. അത് നാട്ടിലുള്ള ആളാണ്. എവറസ്റ്റ് സിറ്റിയുടെ പേര് ഇങ്ങനെ മേലേക്ക് പോകാനുള്ള നിങ്ങളുടെ വീഡിയോ കണ്ടത് തുടങ്ങിയത് വിസ്റ്റിലാണ്. ഇൻഷാല്ലാ വരണം എന്ന് പറഞ്ഞിട്ട്. വാ മുത്തേ, വാ. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് ഇങ്ങനെ താഴേക്ക് ഒരുപാട് കമന്റുകളുണ്ട്. ഒരാളെ കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കാട്ട് എവിടെ എല്ലാം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. ഒരുപാട് വാച്ച് കിട്ടി. സൂപ്പർ. അഷ്കർക്കയും BBAയും എവറസ്റ്റ് സിറ്റിയിൽ ഉള്ള എല്ലാ മച്ചാന്മാർക്കും നന്ദി എന്ന് പറഞ്ഞിട്ടോ. വാച്ച് കിട്ടിയെന്ന് ഒരാൾ കമന്റ് അടിച്ചിട്ടുണ്ട്. വാച്ച് കിട്ടിയ കമന്റ് അടിക്കൽ കുറവായിരുന്നു. അത് കളിക്കിട്ടാ. അതാണ് കേട്ടോ. മൊബൈൽ വാങ്ങാൻ പൈസ വേണം. എന്നാൽ BBAയുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കയ്യിൽ പൈസ വേണമെന്നില്ലല്ലോ. എന്തെങ്കിലും നല്ലൊരു ഫോൺ എടുക്കാൻ എനിക്കും പറ്റട്ടെ എന്ന്.
ശരത് മോഹൻ പറ്റട്ടെ. ശരത് മോഹൻ വാച്ച് കൊടുത്തിട്ടുണ്ടോ സംശയം കേട്ടോ മുമ്പ് ഇല്ല. പക്ഷേ S24 സെക്കൻഡ് ഹാൻഡ് പുതിയുള്ള കാശില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കമന്റ് ആദ്യമായിട്ട് അപ്പോൾ S24 സെക്കൻഡ് ഹാൻഡ് വേണമെന്നാ പറയണത്. സെക്കൻഡ് ഹാൻഡ് എടുക്കണോ പുതിയ എടുക്കണോ? പുതിയ തന്നെ വില കുറവില്ല. എന്തിനാ സെക്കൻഡ് വേദന വന്ന പുതിയ തന്നെ വാങ്ങിക്കോ. അതെ പുതിയ തന്നെ എടുത്തോ. ഇത് ഞാൻ ഇതായിട്ട് ചോദിച്ചേട്ടാ. എന്താണ് വാങ്ങുന്നല്ലേ? സോണി ബെസ്റ്റ് ക്യാമറ ഫോൺ. സോണിയുടെ ക്യാമറ ഉണ്ടോ നമ്മുടെ അടുത്ത ഫോൺ? സോണിയുടെ ഇല്ല. ഓക്കെ അപ്പോൾ ഓക്കെ അപ്പം നോക്കണം കൂടെ എൻ്റെ പൊന്നുവായി എങ്ങനെയാണ് ഇത്രയും ഓഫേഴ്സ് കൊടുക്കുന്നത്? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ നിങ്ങളെ കൊണ്ടേ പറ്റൂ. അല്ലെങ്കിൽ BBA വ്ളോഗ്സും എവറസിറ്റിയും ഒരുമിച്ചാൽ ഓഫറുകളുടെ പെരുമഴ തന്നെ എന്ന് പറയുന്നത് അല്ലേ? മുമ്പിൽ കൊടുക്കാമെന്ന് ഒരു വാച്ച് അന്നാ പിടിച്ചോ. ഒരു വാച്ച് പേര് യൂട്യൂബ് യൂസർ YT എന്നാണ് പേര്. ഓക്കെ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക. പറഞ്ഞിട്ടുണ്ട്. അതെ, ഒന്ന് ഷംസു, രണ്ടാമത് യൂട്യൂബർ ഇതിൽ കാണില്ലേ? വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക, വാച്ച് കണക്ട് ചെയ്യാം. അതെ അപ്പൊ നമ്മുടെ സ്വന്തം എവറസിറ്റിയിൽ വേറെ ലെവൽ ഓഫറാണ്. നമ്മളായിരുന്നു ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ജനങ്ങളും പറയാൻ തുടങ്ങി അല്ലേ? അതെ. പിന്നെ ഇതിന്റെ ബാറ്ററി ഒക്കെ പറയുകയാണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതിന്റെ 4000 mAh ആണ് ബാറ്ററി വരുന്നത്. ചെറുതില് S25 4000 mAh ബാറ്ററി. ഇതിൽ വരുന്നത് നമുക്ക് ബാറ്ററി വരുന്നത് 4900 mAh, 4900 mAh പ്ലസ് 5000 mAh ആണ് ബാറ്ററി. 5000 mAh ബാറ്ററിയുമായിട്ട് വേറെ ലെവൽ. കഴിഞ്ഞ 24 വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ 25 അൾട്രക്ക് മാത്രമാണ് സ്നാപ്ഡ്രാഗൺ വന്നത്. ഇപ്രാവശ്യം 25-ന് 25 പ്ലസിന് 25 മൂന്നിനും സ്നാപ്ഡ്രാഗൺ വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് ദുബായിൽ നിന്ന് കിട്ടുന്ന S24 സ്നാപ്ഡ്രാഗൺ ആണെന്ന്. S24 അൾട്ര ആയിരുന്നു, പക്ഷെ S25 ഇറങ്ങിയപ്പോൾ മൂന്നിലും സ്നാപ്ഡ്രാഗൺ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് സാധനം ഒരു സ്പീഡ് കുറവ്. അത് പ്രത്യേകം പറയാം, ഈ ഒരു ചിപ്പ് വേറെ ഒന്നിനും സാംസങ് ആണ് ഏറ്റവും കൂടുതൽ ചിപ്പ് സപ്ലൈ ചെയ്തത്. ആ ചിപ്പ് വെച്ചെങ്കിൽ ഒരാൾക്കും കൊടുക്കാതെ സാംസങ്ങിന് വേണ്ടി മാത്രം സപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് 4 നാനോമീറ്റർ ആയിരുന്നു. ഇപ്രാവശ്യം 3, അതായത് എത്ര നാനോമീറ്റർ കൊടുത്താൽ അത്രയും നിങ്ങൾക്ക് ഫാസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ട് തന്നെ അവർ സ്പെഷ്യൽ ചിപ്പാണ് ഇപ്പോൾ ചെയ്തത്. 3 നാനോമീറ്റർ ആയിട്ടുള്ള ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സാധനം നിങ്ങൾ ധൈര്യത്തിൽ എടുക്കാം. വേറെ ലെവൽ സാധനം. ഇപ്പൊ S25 അൾട്ര എടുക്കാന്ന് പറഞ്ഞാൽ പോലെ സംഭവം നല്ല സംഭവമാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന എടുക്കാൻ ഒരു 24 എടുക്കണോ 25 എടുക്കണോ എന്ന് ചിന്തിക്കുന്ന 25 എടുക്കുന്നവർക്ക് കൂടുതൽ ബെറ്റർ. കാരണം വെച്ചാൽ വില നമുക്ക് ഞങ്ങൾ S24 എടുക്കണോ S25 അൾട്ര എടുക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ വില നിങ്ങൾ കൊടുക്കുക നമുക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും കമ്പനി റേറ്റ് തന്നെ ആയിരിക്കും. കമ്പനി റേറ്റ് ആണ്. ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 10 ദിവസമല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ചാനല്, അതായത് BBN'ോ അഷ്കർ മാലിക്കിന്റെ ചാനല് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചു. ഇനി അങ്ങോട്ട് ഫൈറ്റിംഗ് ആണ്. സാംസങ് ആണോ അതല്ല ഐഫോൺ ആണോ? നമുക്ക് 60 Pro Maxും 25 കൂടിയിട്ട് ഒന്ന് മത്സരിച്ച് നോക്കാം. ആരാണ് വില കുറക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അത് നിങ്ങൾക്ക് ഓഫർ എന്തായാലും കിട്ടും. അപ്പൊ ചാനൽ പ്രത്യേകം പറയാണ്, ഒരുപാട് ആൾക്കാർ വീഡിയോ കാര്യം കാണുന്നത്, പക്ഷെ ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നോ സംശയമുണ്ട്. അപ്പൊ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് 10,000 20,000 30,000 40,000 50,000 ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ 500 ലൈക്കും 1000 ലൈക്കും 1000 കമന്റ് ഒക്കെ വരുന്നുള്ളൂ. നമുക്ക് 30,000 കമന്റ് 30,000 ലൈക്കും വേണം അല്ലേ? തുടങ്ങി നമുക്ക് ആദ്യം കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 25 ഇറങ്ങിയോണ്ട് വില കുറവുണ്ട്. ഒരുപാട് കമന്റ് അതാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു മോഡൽ ഇറങ്ങുമ്പോൾ അതിന് മുന്നുള്ള മോഡലിൽ വില കുറയും, പക്ഷെ പെട്ടെന്ന് കുറയില്ല. 1-2 മാസത്തിന് ശേഷം കുറയും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ സാധനം ഷോർട്ടാൻ തുടങ്ങി. ഇനി കൂടുവല്ലോ, 50-100 കൂടും. ഇപ്പൊ തന്നെ ഓൾറെഡി മാർക്കറ്റിൽ ഷോർട്ടാണ്. അതുകൊണ്ട് 23 അൾട്ര കഴിഞ്ഞ തവണ 2350 നമ്മൾ ഓഫർ ഇട്ടാണ്. ഒരു മാസത്തോളം ഇപ്പം കൊടുക്കുന്നത്. ഇപ്പൊ 2400 ആയിട്ടുണ്ട്. 50 ദിവസം കൂടെ ചെയ്ത് S23 അൾട്രയ്ക്ക് 50 നമ്മുടെ കസ്റ്റമർ കൂട്ടുന്നില്ല. ചെറിയൊരു കൂടുതൽ ഒരു 25 dirhams മാത്രമേ കൂട്ടുന്നുള്ളൂ. അത് ഇപ്പൊ വരുന്നവർക്ക് മാത്രമേ 2375 കൊടുക്കാം. 2375 ദിനത്തിന് S24 നെക്സ്റ്റ് വീക്ക് വന്നാൽ എന്താ ഈ റേറ്റിന് കിട്ടൂല. അതുകൊണ്ട് പ്രത്യേകം പറയാം, അടുത്ത നെക്സ്റ്റ് വീക്ക് കൂടുമെന്ന് ഇപ്പം തന്നെ മുൻകൂറായിട്ട് പറയാണ്. ഓൾറെഡി കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായതിന്റെ പേരിൽ മാത്രം 2375 കൊടുക്കും. ഒറ്റ കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ഓഫർ പറയുമ്പോൾ അത് ഓഫർ ഉള്ള ഓഫർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് മേടിക്കാൻ ശ്രമിക്കുക. എന്ന് കാരണം ഇപ്പോൾ ഇതേ സാധനം ഞങ്ങൾ 2-3 പ്രാവശ്യത്തിന് മുമ്പ് വീഡിയോ 2350 ഇട്ട സാധനമാണ്. ഇപ്പൊ 25 കൂടി കാണാം. അത് കൂടെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രേ. നെക്സ്റ്റ് 24 ഇതിന്റെ 512 ആണെങ്കിൽ 2950 2950 S23 അൾട്ര 512GB. ഓക്കെ നെക്സ്റ്റ് നമുക്ക് FE കൊടുക്കാം. S24 FE. ഓക്കെ S24 1699 1699 FE 256GB FE നിങ്ങൾക്ക് വേണം. 4 വീക്സ് മുന്നേ നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിരുന്നു. ഇങ്ങോട്ട് സാധനം പോയതല്ല. പിന്നെ ഒരു ഒറ്റയടിക്ക് 100 dirhams കൂടി. പിന്നെ എപ്പോഴോ ഇപ്പൊ നമ്മൾ ആ ഓഫറിലേക്ക് വന്നു 1699. ഞങ്ങൾക്ക് ഓഫർ ഇട്ടായി. അതെ, ഇപ്പൊ പഴയ ഓഫറായി 1699. 1699 ദിനത്തിന് പഴയ ഓഫർ വീണ്ടും തിരിച്ചു വന്നു. FE. ഓക്കെ 23 അൾട്ര S23 അൾട്ര 24 അൾട്ര. ഓക്കെ 24 അൾട്ര നമുക്ക് എപ്പോഴും പറയുമ്പോൾ ബ്ലാക്ക് മാത്രം പറയല്. ഇത്തവണ നമുക്ക് ബ്ലാക്കിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു നല്ല അടിപൊളി കളറും കൊടുക്കാം. ഓക്കെ
വയലറ്റ് എപ്പോഴും 2900 2950 റേറ്റ് ഉണ്ടായിരുന്നത്. ഇത്തവണ വയലറ്റ് എടുത്താലും ശരി ബ്ലാക്ക് എടുത്താലും ഒരേ വില കൊടുക്കുന്നത് 2799. 2799. ഓക്കെ, 50 ദിർഹം വീണ്ടും കുറച്ചു. 2799. 2850 ആയിരുന്നു. 2799 ദിർഹത്തിന് S24 അൾട്ര 2 കളർ കേട്ടോ. 256 വിത്ത് 1 ഇയർ സാംസങ് വാറന്റി അടക്കം നിങ്ങൾ കിട്ടുന്നത്. 512 നമ്മൾ കഴിഞ്ഞ വീക്കില് ബ്ലാക്ക് ഇട്ടത് 3450 ഓക്കെ, ഇത്തവണ 100 ദിവസം കുറച്ച് 3350 കൊടുക്കാം. 3350 ഏത് 512 100 ദിർഹം കുറച്ചു. 512 GB S24 അൾട്രയ്ക്ക് 100 ദിർഹം വീണ്ടും കുറച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വെച്ച വരെ 3350 അല്ലേ? മോഹൻലാലിന്റെ ഫോൺ. അയ്യോ, ലാലേട്ടന്റെ ഫോൾഡ് 6 പണിക്കാർ വിറ്റു തോന്നുന്നു. വിറ്റിട്ടില്ല. സാധാരണ സംഭവിക്കുന്ന ചോദിച്ചാൽ ഇവിടുന്ന് ഓരോ ഫോണുകൾ ഇങ്ങനെ ഇടയ്ക്ക് കാണാണ്ടാവില്ല. അഷ്കർക്ക് ചോദിക്കുമ്പോൾ പണിക്കാർ സംഭവം എടുത്ത് വിറ്റിട്ടുണ്ടാവും. അതുപോലെ ഞാൻ വിചാരിച്ചു ഇതെടുത്ത് വിറ്റുന്നു. ലാലേട്ടന്റെ ഫോൺ സ്റ്റോക്ക് വെച്ച് കുറച്ച്. ലാലേട്ടന്റെ ഫോൺ അത് നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. ഫോൾഡ് 4450 കൊടുക്കും. 4450 വില പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ച ഫോൾഡ് ചോദിക്കുന്ന അത് കുറച്ച് 25 ദിവസം കൂടി കൂടി. ഓക്കെ, 512 ആണെങ്കിൽ നിങ്ങൾക്ക് 4990 കഴിഞ്ഞ 50,000 കൊടുത്തത് 50 ദിവസം കൂടി. അതും കൂടി. ഇപ്പൊ ഈ പുതിയ വന്ന സ്റ്റോക്കിന് 50 കൂടിയാണ് ഫോൾഡ് 6 കേട്ടോ. ഞാൻ വരെ കൂടുന്നുണ്ട് കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഓഫർ മാർക്കറ്റാണ്. അതുപോലെ നമ്മൾ ഈ ഇടുന്ന ഓഫർ ഒക്കെ 3 ഡേയ്സ് നമുക്ക് ഈ ഒരു വാലിഡ് കൊടുക്കും. അതിന്റെ അപ്പുറം നമുക്ക് ഉണ്ടെങ്കിൽ തരും. ഇല്ലെങ്കിൽ വില കൂടിക്കണം നിങ്ങൾ സഹകരിക്കുക. ഒരു 3 ദിവസം നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഓഫർ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അപ്പോഴേ അടുത്ത വീഡിയോ നമ്മൾ വരുമല്ലോ. ഓക്കെ, 6 ദിവസമുള്ള നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരും. ആ 3 ദിവസമുള്ള പെട്ടെന്ന് നിങ്ങൾ വരിക. ഓക്കെ, അടുത്ത വില കുറഞ്ഞാലും വില കുറച്ച് കൊടുക്കുമല്ലോ നിങ്ങൾ. അത് കുറച്ച് കൊടുക്കും. അതാണ് കഥ. അത് കസ്റ്റമറിന് തന്നെ അറിയാം. വില കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് സ്ഥാനത്ത് കൂടുമ്പോൾ അവർ ഞങ്ങളോട് സഹകരിക്കുക. അത്ര തന്നെ. ഓക്കെ, 3 ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞാലും കുറച്ച് തരും. അടുത്ത റയറാണ്, എപ്പോഴും കുറയാറാണ്. അടുത്ത ഐഫോണിലേക്ക് പോയി കൂടെ. ഐഫോണിക്കോ? കാരണം ചെറിയ മോഡലൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഒരുപാട് പറഞ്ഞാണ്. ഐഫോണിലേക്ക് ഡയറക്റ്റ് പോവാം. ഐഫോൺ S25 അൾട്ര ഇറങ്ങിയപ്പോ ഐഫോൺ എന്തെങ്കിലും സംഭവിച്ചാ? ഐഫോണിന് ഒരു കാര്യം നമുക്ക് ചെറുത് തന്നെ തുടങ്ങാം. ഐഫോൺ 12 കൊടുക്കുക 1475. ഐഫോൺ 12 1475. അതെ. ഓക്കെ, ഐഫോൺ 13 കൊടുക്ക് 1700 കൊടുക്ക്. 1700 ദിർഹം ഐഫോൺ 13. ഓക്കെ, ഇനി അടുത്തത് ഐഫോൺ 14 അല്ല, ഐഫോൺ 14 കൊടുക്ക് 2050 കൊടുക്ക്. ഐഫോൺ 14 അല്ലേ? ഐഫോൺ 14 2050 കേട്ടോ. ഐഫോൺ 15 വേണോ? ഐഫോൺ 15 കൊടുക്ക് 2250 കൊടുക്ക്. 2250 ദിർഹത്തിന് ഐഫോൺ 15. ഇതൊക്കെ 128 ആണ്. ഇനി ഐഫോൺ 15 256 ആണെങ്കിൽ 2700 കൊടുക്കാം. 2700 ദിർഹം 250 ഐഫോൺ 15. പ്ലസ് വേണോ? ഐഫോൺ പ്ലസ് കൊടുക്ക്. ഓക്കെ, 128 നല്ല ഓഫർ കൊടുക്കാം. 128 ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ആയി തരാം. 2500 കൊടുക്കും. 128 ഐഫോൺ 15 പ്ലസ്. ഓക്കെ, 15 പ്ലസ് 2500. 2500 ദിർഹത്തിന് 15 പ്ലസ്. 15 പ്ലസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2500 ദിർഹത്തിന് 15 പ്ലസ്. അടിപൊളി സാധനമാണ്. ബിഗ് സ്ക്രീൻ ആണ്. വേറെ ലെവൽ സാധനമാണ്. ബാറ്ററി നല്ല കാര്യങ്ങളൊക്കെ 15 പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് മാക്സിന് ഇപ്രാവശ്യം നല്ലൊരു ഓഫർ കൊടുക്കാണ്. പ്രോ ഇല്ല, പ്രോ ഒക്കെ കഴിഞ്ഞു. 15 പ്രോ കഴിഞ്ഞു. ഇനി മാക്സും അതുപോലെ തീരാൻ പോവാണ്. 15 പ്രോ മാക്സ് ആർക്കെങ്കിലും വേണോ? 15 പ്രോ മാക്സ് എത്ര GB കൊടുക്കുക? ബ്രാൻഡ് ന്യൂ TDR ആണ് സാധനം. അതുപോലെ 256 GB കൊടുക്കുന്ന കേബിൾ എല്ലാം ഒറിജിനൽ എല്ലാം പക്കയാണ്. 3750. 3750 കേട്ടോ. 3750 ദിർഹത്തിന് 15 പ്രോ വീണ്ടും വില വെച്ചാൽ TDR സാധനം കേട്ടോ. വാറന്റിയുള്ള സാധനമാണ്, നോൺ ആക്റ്റീവ്. 13 സീരീസിലും 14 സീരീസിലും ഇത്ര വില കുറഞ്ഞിട്ടില്ല സത്യത്തിൽ. 250 വെറും 3750 ദിർഹത്തിന് ഐഫോൺ 15 പ്രോ മാക്സ് കേട്ടാ. ഇത് നിങ്ങൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വേറെ എവിടെ ഈ ഒരു പ്രൈസ് കിട്ടൂല നിങ്ങൾക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് അങ്ങാടിയിൽ എവറസ്റ്റ് സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ കൊടുക്കൂല. കൊടുത്തിരിക്കും. അതെ, കൊടുത്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ പ്രൈസ് കിട്ടണമൊക്കെ വേറെ ലെവൽ ഓഫറായിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തരികയാണ്. ഇപ്പൊ നിങ്ങൾ വേറെ കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടൂല. അത്രയും ക്വാണ്ടിറ്റി ഇറക്കിയിട്ട് ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് എല്ലാവരുടെയും കൊടുക്കണോണ്ടാണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾ കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ പ്രത്യേകം നോക്കി വെച്ചോ. ഡൺ. ഓക്കെ, അടുത്ത് നമുക്ക് ഐഫോൺ 16 പോയാലോ? ഓക്കെ, ഐഫോൺ 16 പോവാ അല്ലേ? പടപടപടപടാനാണ് പ്രാവശ്യത്തെ കാര്യങ്ങൾ. ഐഫോൺ 16 പോകണം. 3 വെറൈറ്റി ഉണ്ട്. 3 പറയണോ? 3 പറയാതെ ഒന്നോ ഏതാ പറയണ്ടേ? എങ്ങനെ പറയണോ? കസ്റ്റമറിന് ഹാപ്പി ആണോ നമ്മൾ പറയുന്നത്? പറയണം, പിന്നെ ഹാപ്പി അല്ലേ? എന്നാ 3 പറയാം. ഓക്കെ, 3 പറയണ്ട. ജപ്പാൻ, ഇത് ഇന്ത്യ. ഓക്കെ, 16 കൊടുത്തു. ഐഫോൺ 16 128 2599. 2599. ജപ്പാൻ ഒരേ വില, ഇന്ത്യക്ക് ഒരേ വില. ഓക്കെ, ജപ്പാൻ ഇന്ത്യ രണ്ട് വേർഷൻ ഒരേ വില. ഓക്കെ, ആണെങ്കിൽ 2950. 128 അല്ലേ? 2950. 256 GB ആണെങ്കിൽ ഇന്ത്യക്ക് വരുന്നത് 3050. 3050 ദിർഹമാണ് ഇന്ത്യൻ വേർഷൻ. 25 കൂടി 3075. 3075 250 ആണെങ്കിൽ 3400. 3400 ദിർഹം. ഇത് നമ്മൾ പറഞ്ഞത് 256 GB 16 പ്രൈസ് ആണ്. 16 പ്ലസ് ആണെങ്കിൽ 16 പ്ലസ് ആണ് 128 3050.
3050 ഇന്ത്യൻ 350 ഇന്ത്യൻ വേർഷൻ 3050 50+. ജപ്പാൻ 16+. 16+ ഒന്ന് തരും. ഇത്രയും തരാമല്ലോ. ഓക്കെ. ജപ്പാൻ ആണെങ്കിൽ 3100 കൊടുക്കുക. അതായത് 50 ദിർഹം കൂടുതൽ ജപ്പാൻ വേർഷൻ ആണെങ്കിൽ 3100 ദിർഹം. 3350. 3350 ദിർഹം TDR 16+ ഇട്ടാ. ഇത് 128 ഇല്ല നമ്മൾ പറഞ്ഞിട്ട്. ഓക്കെ. ഇനി 256 ആണെങ്കിൽ 3400 ഇന്ത്യ. 3400 ഇന്ത്യൻ വേർഷൻ. ഇനി ജപ്പാൻ 3550. 3550. ഇനി TR 3900. 3900 ദിർഹം. 256 16+ന്റെ പ്രൈസ് ആണ് പറഞ്ഞത്. 3 വേർഷൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതിന് 510 ഉണ്ടോ? 510 ഇല്ല. 510. ഇത് എല്ലാ കളറും ഒരേ പ്രൈസ് അല്ലേ? ഇത് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. അതെ, ഓൾമോസ്റ്റ് എല്ലാ അതേ കളറാണ്. ഓക്കെ. അപ്പൊ പിടിച്ചോ. അപ്പൊ 16 പറഞ്ഞു, 16+ പറഞ്ഞു. ഇനി 16 Pro അല്ലേ? 16 പ്രോയിലേക്ക് പോവാം. അടുത്ത് 16 Proയിലേക്കാണ് പോകണം. ഓക്കെ. 16 Pro ആകുമ്പോൾ ഇതുവരെ കൊടുക്കാത്ത റേറ്റിനെ കൊടുക്കാൻ പോകും. വേറെ ലെവൽ ഓഫറാ. വേറെ ലെവൽ. 16 Pro ഐഫോൺ അല്ല സാംസങ് S25 അൾട്ര ഇറങ്ങിയപ്പോ ഐഫോൺ 16 Proക്ക് വില പറഞ്ഞു നോക്കിയില്ലേ? കുറഞ്ഞു. ഓക്കെ. ഇതാ 16 Proക്ക് വില പറഞ്ഞിരിക്കുകയാണ്. 16 Pro ആണ് മെയിൻ ഓഫർ എന്ന് പറയുന്നത്. എത്ര കൊടുക്കാം? 16 Pro നമുക്ക് കൊടുക്കുക. എത്ര കൊടുക്കാം? നിങ്ങളെന്നാ പറഞ്ഞു. എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. വീഡിയോ പറയുന്നല്ല, നമുക്ക് ഐഡിയ ഇല്ല. എനിക്ക് പക്ഷെ കഴിക്കാൻ ഉണ്ടാക്കാൻ അറിയില്ല പറഞ്ഞാണ്. ഓക്കെ. നല്ല റേറ്റ് 3500 ദിർഹംസിന് നമുക്ക് ഇപ്രാവശ്യം കൊടുക്കാം. 3500 ഒന്നുകൂടി കുറക്കാം. 1475. 25 വീണ്ടും കുറക്കും. 25 ദിർഹം വീണ്ടും കുറച്ചു. 3475. ഏറ്റവും കൂടുതൽ ആൾക്കാർ 100 ദിർഹം എക്സ്ട്രാ കൊടുക്കുന്ന ബ്ലാക്കും തരാം. ഇനി അതല്ല ഇത് പഠിക്കണേ, അതായത് വൈറ്റ് ആണെങ്കിൽ വൈറ്റും തരാം. ഇനി നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ തരാം. ഇനി ഡിസേർട്ട് ആണെങ്കിൽ ഒരു 15 രൂപ കൂടെ 3510. അത്ര ഉള്ളൂ. 3475. 3475 ദിർഹത്തിന് നിങ്ങൾക്ക് ഐഫോൺ 16 Pro 128 GB കിട്ടും. ഇത് ഏത് വെർഷനാ? ഇത് വരുന്നത് ജപ്പാൻ വേർഷനാണ്. ഇതിന്റെ വേറെ വെർഷൻ 3650. 3650. ഹോങ്കോങ് ആണെങ്കിൽ 3750. 3750. ഹോങ്കോങ് 2 സിം ഉപയോഗിക്കാം. 16 Pro 256 GB ആണെങ്കിൽ 3800 വേണ്ട. അതിന് 25 കൊടുക്ക്. 3775 കൊടുക്ക്. ഏത് 16 Pro? ജപ്പാൻ വേർഷൻ 3775. 3775 ബെസ്റ്റ് പ്രൈസ് ജപ്പാൻ വേർഷൻ. 256 3950 കൊടുക്കുക. TR ജപ്പാൻ അപ്പോ 3750 വില 3775. 975 ദിർഹം വ്യത്യാസമുണ്ട്. TDR ഒക്കെ ഇതിനുണ്ട്. 256 GB പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. 256 4200. ഓക്കെ. അടുത്ത നമുക്ക് 16 Pro 512. ഓക്കെ. 1 TB ആദ്യം ഏത് വെർഷനാ? 512 ആണെങ്കിൽ വൈറ്റ് കളർ നല്ല 1 TB 512. ഓക്കെ. ജപ്പാൻ വേർഷൻ അല്ല പറയുന്നത്. വൈറ്റ് എടുക്കാൻ ഇത്രാവശ്യം ഒരു പൊളിച്ച റേറ്റ് ആണ് 4350. 4350 വരും. അത് തരും. ഓക്കെ. നാച്ചുറൽ ആണ് 4400. 4400. 512. ഓക്കെ. ബ്ലാക്കും ഡിസേർട്ടും മേടിക്കണേ 4450. അതും തരാം. ഇത് ഏത് വെർഷൻ? ഇതെല്ലാം ജപ്പാൻ. എല്ലാം ജപ്പാൻ വേർഷന്റെ വിവിധ 3-4 കളർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കളർ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വേണ്ടവർ കറക്റ്റ് ആയിട്ട് വീഡിയോ ആണ്. 4900. 4900. അതിന്റെ ഹോങ്കോങ് ആണ് 5100 ദിർഹത്തിന് ഹോങ്കോങ് വേർഷൻ. അത് 512 GB. അപ്പൊ ഈ 512 GB ഹോങ്കോങ്ങും ഇതും കളർ വ്യത്യാസമല്ല. ഒറ്റ പ്രൈസ്. ഓക്കെ. ഡൺ. അപ്പൊ 1 TB 1 TBയിലേക്ക് പോവാണെങ്കിൽ ജപ്പാൻ 5250. 5250 ദിർഹത്തിന് 1 TB 16 Pro. TR 5650. 5650. 5100 5600. 650. അപ്പൊ 500 ദിർഹം വ്യത്യാസം. 5200 5650. 5200 450 ദിർഹം വ്യത്യാസം. 450 ദിർഹം വ്യത്യാസം. 5900. 5900. ഓ, അപ്പൊ ഭയങ്കര വ്യത്യാസമാണല്ലോ അല്ലെ? 5600 പോയി 5900 ആയി. ഇതിന് വില കുറഞ്ഞാണ്. അതുകൊണ്ട് നോക്കണം നമ്മള്. ഹോങ്കോങ് ഒരിക്കലും വില കുറയില്ല. ഹോങ്കോങ് പിടിച്ച പിടുത്തതിനാണ്. അത് ഒരിക്കലും താഴെ പോകില്ല. ഇപ്പൊ 3 വേർഷന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞില്ലേ? 3 വേർഷൻ. ഇപ്പൊ ഐഫോൺ 16 Pro Max 1 TBയുടെ കഥ പറഞ്ഞിട്ടോ. ജപ്പാൻ എത്ര പറഞ്ഞു? ജപ്പാൻ ആണെങ്കിൽ നമ്മൾ കൊടുത്തത് 5250. 5250 ആണ് ജപ്പാൻ വേർഷൻ 1 TBക്ക് 16 Proക്ക്. ഓക്കെ. അതിന്റെ TDR ആണെങ്കിൽ 5650. 5650. ഓക്കെ. അതിന്റെ ഹോങ്കോങ് 5900. 5900. 3 വ്യത്യാസം കണ്ടങ്ങള്. അപ്പൊ ഇതിൽ 3ലും എപ്പോഴും ചോദിക്കുന്നതാണ്. പക്ഷെ ഒന്നുകൂടെ ചോദിക്കുക, അറിയാതെ ഒരുപാട് പേരുണ്ടാവും. ഈ 3 വർഷം വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസം ഇന്ത്യന്റെയും ജപ്പാന്റെയും അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഇന്ത്യ, ജപ്പാൻ, അതുപോലെ ഏതായാലും എല്ലാം വരുന്നത് ഒരു ഈസിയും ഒരു ഫിസിക്കലാണ്. ഹോങ്കോങ്ങിന്റെ മാത്രമാണ് രണ്ടും ഫിസിക്കൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വില ജാസ്തി ഉണ്ട്. ഹോങ്കോങ്ങിന്റെ വേറെ ലെവലാണ്. 2 ഫിസിക്കൽ സിം ഇടാന്നുള്ളതാണ് ഹോങ്കോങ്ങിന്റെ വർഷം. ഇനി 2 ഫിസിക്കൽ ഇല്ലാതെ 2 ഈ സിം ഇടുന്നതാണെങ്കിൽ വില കുറയും ചെയ്യുന്നുണ്ട്. ഇല്ല, അത് വെക്കാത്ത കാരണം 1-2 മാസം കഴിയുമ്പോൾ സിം ലോക്ക് വരുന്നത്. അത് US സാധനമാണ്. നമ്മൾ പണ്ട് മുക്കല്ല, ഇപ്പോൾ ഇല്ല. ഓക്കെ. അപ്പോൾ വേറെ വേർഷൻസിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഓൾ ഇന്റർനാഷണൽ വാറന്റിയാണ് എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ അതും കൂടെ എല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ.
ഓക്കെ. നമ്മുടെ അപ്പുറത്തുള്ള 2 ഗ്രോസറിക്കാരും ഉണ്ടായിരുന്നു. ഒരു വീഡിയോ തന്നെ കണ്ടോട്ടെ, കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 16 Pro എത്തി. 16 Pro മാക്സിലേക്ക്. ഓക്കെ, 16 Pro മാക്സിലേക്ക് എടുത്തുകൊണ്ടാ മാക്സ് പോവാണെങ്കിൽ ഇത്തവണ നമ്മൾ ബ്ലാക്കിന്റെ കാര്യം തന്നെ എടുത്തു പറയാം. ബ്ലാക്ക് ആണ് ഇപ്പൊ വില കൂടുതൽ. അവിടെ ബ്ലാക്ക് ആണ് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നാച്ചുറലും വില കുറച്ച് കൊടുക്കുക. നാച്ചുറലും ബ്ലാക്കും വില കുറച്ചാണ്. വെയിറ്റ് വില കുറച്ച് എല്ലാ കളറും വെയിറ്റ് ഡിസേർട്ട് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. പറയാം നമുക്ക് 4150 ഈ 3 കളർ കൊടുത്തത് 4150 ദിർഹത്തിന് 3 കളർ ഇട്ടാ. 16 Pro Max എടുക്കാൻ ആഗ്രഹമുള്ളവർ വന്നോ, 3 കളർ ഒരൊറ്റ പ്രൈസ് 4150 ആണെങ്കിൽ വലിയ വിറ്റാ 50 വേണ്ട, ഒരു 30 സെസ്റ്റ് കൊടുത്ത് കൂടുതൽ 4150 ഒരു അധികം കൊടുത്താൽ 4180 ദിർഹത്തിന് നിങ്ങൾക്ക് ഡെസേർട്ട് കളർ 16 Pro Max കിട്ടും മച്ചന്മാരെ. അത് നിങ്ങൾക്ക് TR കാണിക്കുന്ന ഓൾ കളർ 4300 കൊടുക്കാം. 4300 TDR അല്ലേ. അതെല്ലാം നിങ്ങൾക്ക് ഹോങ്കോങ് കാണിക്കാൻ 4600 കൊടുക്കാം. ഹോങ്കോങ് 4600. അതിലും വ്യത്യാസം നല്ല ഉണ്ടല്ലേ ഹോങ്കോങ്. ഓക്കെ, അപ്പൊ ഹോങ്കോങ്ങിന്റെ പ്രൈസ് 4600 എത്തി. 4600 ദിർഹം. ഓക്കെ, 60 Pro Max 512 ആണ് ഞെട്ടിക്കാൻ പോകുന്നത്. ചിരിയാണ്ടെങ്കിൽ ചെറിയൊരു വില പറഞ്ഞ വരെ ഉണ്ട്. നല്ലോണം കുറഞ്ഞു. അത് നിങ്ങൾക്ക് ഈ 3 കളർ നിങ്ങൾക്ക് 4775 4775 ദിർഹത്തിന് 5950 ദിർഹംസിന്റെ സാധനമാണ് തരുന്നത്. 4775. അപ്പൊ 5950 ആയിരുന്നു. 800 950 10 200 ദിർഹം കുറച്ചു. 200 ദിർഹം കുറച്ചു. 1200 ദിർഹംസ് 5950. അപ്പൊ ഇപ്പൊ എത്ര കൊടുക്കണേ? ഇപ്പം കൊടുക്കുന്നത് 4775. 4775 ചില്ലറ 1000 പ്ലസ് ദിർഹാണ്. 1200 ദിർഹാണ് 16 Pro 512GB Pro Max 512GB ഡിസേർട്ട് ആണെങ്കിൽ ഒരു 4850 അതും കൊടുക്കാം. 4850 എന്നാലും നിങ്ങൾ നല്ല ഓഫറാണ്. ഓക്കെ, അതിന് നമുക്ക് TR ലേക്ക് വേണ്ടിക്കണെങ്കിൽ 5050 കൊടുക്കാം. 550 TDR 3 വർഷം പറഞ്ഞിട്ടുണ്ട്. 5400 കൊടുക്കാം. ഹോങ്കോങ് ആണെങ്കിലാ 5400. 4 വർഷം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ 500 പറഞ്ഞിട്ടില്ലേ? 3 വർഷം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞതിൽ തെറ്റിപ്പോയതാണ്. 3 വർഷം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 TB പ്രാവശ്യം കുറച്ച് ആൾക്കാർ വിഷമിക്കുന്ന 1 TB ആണെങ്കിൽ നമുക്ക് ജപ്പാൻ ആണെങ്കിൽ 5600. 1 TB 5600 5600 ദിർഹം ജപ്പാൻ. ഓക്കെ, അതന്നെ നമുക്ക് TR മേടിക്കണമെങ്കിൽ 5850 കൊടുക്കാം. 5850 TDR. ഓക്കെ, ഹോങ്കോങ് ആണെങ്കിൽ 6250. എന്റെ അമ്മേ 6200 ദിർഹം ഹോങ്കോങ്. 3 വർഷം 1 TB പ്രൈസും പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് 16 Pro Max സീരീസിൽ വന്നപ്പോൾ 3ഉം 4ഉം വേർഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. നിർത്തി കണ്ടു കഴിഞ്ഞാൽ എല്ലാം ശാന്തമാവും. എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിടിലനായിട്ട് വരാം, എടുക്കാൻ പോവാം. ഓക്കെ, iPad 11 വേണമെങ്കിൽ ഓഫർ കൊടുക്കാം. iPad 11 നമുക്ക് കൊടുക്കാം. iPad 10th ജനറേഷൻ 64GB ആണ്. 1100 കൊടുക്കാം. 1100 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് അതുപോലെ തന്നെ 5G സാംസങ്ങിൽ ആരെങ്കിലും 5G വേണമെന്നുണ്ടെങ്കിൽ അതും ബെസ്റ്റ് റേറ്റിൽ കൊടുക്കാം. അത് 11 ഇഞ്ചാണ് വരുന്നത്. 599 അതും കൊടുക്കാം. 599 64GB ആണ്. സാംസങ് 5G ആണ്, സിം ഇട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഇതിനൊപ്പം കിട്ടുന്നതായിരിക്കും അല്ലേ. ഓക്കെ, വാച്ച് വേണം. വാച്ച് ഏതാ? വാച്ച് 10 സീരീസ് കൊടുക്കാം. 10 സീരീസ് കൊടുക്കുക. വാച്ച് 42mm ആണെങ്കിൽ ബെസ്റ്റ് റേറ്റ് 42mm കൊടുക്കുക. 1299. 1299. ഈ 3 ഓഫർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒന്നും കൂടെ പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വീട്ടിൽ ആരും കാണാത്തുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് 10 സീരീസ് 1299. അതന്നെ 42 അല്ല, നിങ്ങൾക്ക് 46 വേണമെന്നുണ്ടെങ്കിൽ 1399. 1399. നിങ്ങൾക്ക് അൾട്രാ മേടിക്കണം, അൾട്രാ 2 മേടിക്കണം 2699. എല്ലാം TR ആണ്. അല്ലാണ്ട് നമ്മുടെ അഫ്ലിബർ ഒന്നും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അഫ്ലിബറിന്റെ ഫ്രണ്ട് വരാതുകൊണ്ട് കണ്ടിട്ടില്ല. വന്നോളൂ, നല്ല ഓഫർ കൊടുക്കാം നമുക്ക്. അതെ, അപ്പൊ അൾട്രാ വാച്ചും നല്ല ഓഫറിലുണ്ട് വെച്ചാൽ വരെ. എക്സ്ചേഞ്ച് ഓഫർ ഏത് ഫോൺ വന്നാലും S25 അൾട്ര ഇപ്പൊ S25 അൾട്ര പ്രൈസ് പറയാന്നുണ്ടെങ്കിലും S25 അൾട്ര പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോ S25 അൾട്ര പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ എത്തിയോ? ഇല്ല, എത്തിയില്ല. എന്ന് മുതൽ വിൽപ്പന തുടങ്ങും? അത് അവര് ഇപ്പോഴും ഞങ്ങൾക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈ വന്നിട്ടില്ല. എന്തായാലും 2-3 ഡേയ്സ് കൊണ്ട് നമുക്ക് ഓഫേഴ്സ് എന്താണ് ഈ ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. ചെറിയ എമൗണ്ട് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം തന്നെ വേണമെന്നുള്ള ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒഫീഷ്യൽ റേറ്റ് അവർ പറഞ്ഞ 5099 ആണ്. അത് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് കുറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ ഗിഫ്റ്റും കാര്യങ്ങളും ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിലും വില കുറച്ച് കൂടുതൽ അതേ ലെവലിൽ തന്നെ വരും. എന്നാൽ അത്യാവശ്യം പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റ് റേറ്റ് ഞാൻ തന്നെ തരാം. അതെ, അത്രേ ഉള്ളൂ. S25 അൾട്ര തരും. ഏകദേശം ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ
S25 അൾട്ര പ്രൈസ് ഒഫീഷ്യൽ പ്രൈസ് വരുന്നത് ആ പ്രൈസ് തന്നെ ഇപ്പൊ പ്രീ ബുക്കിംഗ് ആണെന്ന് വിചാരിക്കും നിങ്ങളുടെ അടുത്ത്. ഈ ഒഫീഷ്യൽ പ്രൈസ് തന്നെ ആയിരിക്കുമോ നിങ്ങൾ കൊടുക്കുക? ഇപ്പൊ വരുന്ന റേഞ്ച് അതാണ്, പക്ഷേ ഇതിന്റെ കൂടെ ഓഫർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ നാളെ വന്നിട്ട് ഇപ്പൊ ഞാൻ 500 രൂപ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ പ്രൈസിന്റെ റേറ്റ് വരും 5099. അതിന്റെ കൂടെ കമ്പനി നമുക്ക് ഓഫർ തരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നല്ല കുറച്ച് വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാല് 5099 ദിർഹമാണ് S25 അൾട്ര 256 ഞങ്ങൾക്ക് ഒരു ഓഫർ വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യും. അതെ, അപ്പൊ വെയിറ്റ് ചെയ്യുന്നത്. അതെ, 512 GB വരുന്നത് ഏകദേശം 5549 തോന്നുന്നുണ്ട്, ഏകദേശം 500 ദിർഹം വ്യത്യാസമുള്ളത്. അതുപോലെ തന്നെ 1 TB 6549 തോന്നുന്നുണ്ട്, ഞാൻ മറന്നു സത്യത്തിൽ. ഇതാണ് ഏകദേശമുള്ള പ്രൈസ്. ഈ ഒരു പ്രൈസിനാണ് ഇപ്പോഴുള്ള പ്രീ ബുക്കിംഗ് നടക്കുന്നത് അല്ലെ? ഈ പ്രീ ബുക്കിംഗ് S25 അൾട്ര നടക്കുന്നത് 1, 2, 3. അപ്പൊ അടുത്തൊരാഴ്ച നമ്മൾ വീഡിയോ ഇടുന്നതിന് മുന്നേ ഈ സാധനത്തിന്റെ ക്ലിയർ പിക്ചർ പ്രൈസ് എന്തായാലും വരും കേട്ടോ. മാർക്കറ്റിൽ എന്താ പ്രൈസ്, അപ്പൊ എവർസിറ്റിയുടെ എന്താണ് ഓഫർ, മാർക്കറ്റിൽ എന്താ പ്രൈസ്, എവർസിറ്റിയുടെ ഓഫർ എന്താണെന്നാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ വെയിറ്റ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്തിരുന്നോ. ഇതാണ് സാധനം, നിങ്ങൾക്ക് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റും അല്ലെ? ഒന്ന് എന്തോ അഷ്കൃതത്തിൽ തളർന്നുണ്ട് കേട്ടോ, വലിയ ഉഷാർ പോലെന്ന് എന്തോ ഒരു തലവേന എടുക്കണെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ പറയാൻ വേണ്ടി ഇട്ട് കൊടുക്കലും കട്ട് ചെയ്ത് ഇടല് നിർത്തലാണ്, എന്തോ പറ്റിയിട്ടുണ്ട്, ചെറിയ തലവേന ഉണ്ടെന്ന് തോന്നിട്ട്. അതെ, അപ്പോ S25 അൾട്ര എവറസിറ്റിയുടെ എവിടെയാണ് എന്താണ് ഓഫർ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നോ. ഇതിപ്പോ പറഞ്ഞ ഒഫീഷ്യൽ പ്രൈസ് ആണ് കേട്ടോ. സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ബുക്ക് ചെയ്തോ. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ ഇതാണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്ചേഞ്ച് ഓഫർ കിട്ടും വെച്ചാൽ അപ്പൊ എല്ലാം പറഞ്ഞ മതി അല്ലേ? ആ പറയും എന്താ പറയുക. അതുപോലെ തന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ 24 ഒക്കെ 23 ഒക്കെ മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ പറഞ്ഞു, നല്ലോണം കയ്യിലാണ് വെക്ക്, നല്ല ഓഫറും കാര്യം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡാമേജ് ഒന്നും ആക്കരുത്. ഡാമേജ് ആയാൽ പിന്നെ പറയും. ഡാമേജ് ആക്കാണ്ട് വെച്ചാൽ ബെസ്റ്റ് റേറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഓഫർ ബ്രാൻഡ് ന്യൂ തന്നെ നിങ്ങൾക്ക് നല്ല റേറ്റിന് ഓഫറും തരും. അതിന്റെ കൂടുതൽ നിങ്ങളെ എക്സ്ചേഞ്ച് ചെയ്ത് നല്ല റേറ്റിന് വാങ്ങുകയും ചെയ്യും. അത് എനിക്ക് വിൽക്കാം, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം കമന്റ് ബോക്സിൽ വന്ന് 24, 23 ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെന്ന് വെച്ചാൽ നല്ല നിലയിലൊക്കെ ആൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ടാവുക. ആ ഒരു മൊബൈലാണ് എനിക്ക് വേണ്ടത്. അത് ബെസ്റ്റ് റേറ്റ് നിങ്ങളുടേതുമായിട്ട് കസ്റ്റമർ ബെസ്റ്റ് റേറ്റ് എടുക്കാൻ വേണ്ടി തയ്യാറാണ്. എനിക്ക് സാധനം കിട്ടണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നല്ല രീതിയിൽ ആ സാധനം കൊടുത്തുന്നാൽ ഡാമേജ് ആക്കാൻ കൊടുത്തുന്നാൽ നല്ല വിലക്ക് ഞാൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് നല്ല വിലക്ക് ഓഫറിൽ നമ്മൾ ഫോൺ വാങ്ങിയിട്ട് പോകാനും സാധിക്കും, ബാക്കി ക്യാഷ് എടുത്തിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എല്ലാം കേട്ടല്ലോ. അപ്പൊ ലൈക്കും കമന്റ് ഒന്നും ഇടാൻ മറക്കണ്ട. എല്ലാവരും നല്ല വാശിയും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. എല്ലാവരും ഇവിടെ വന്ന് ഇപ്പം വാങ്ങിയവരും എല്ലാവരും മെസ്സേജും കമന്റും ഒക്കെ ഇടുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച S25 അൾട്രയുടെ എന്താണ് പ്രൈസ് എവറസിറ്റിയിൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു. അടുത്ത ആഴ്ച ചെറിയ തലവേനുണ്ട്, അതിന്റെ ഇത് കണ്ടിട്ടുണ്ടെന്ന്. ഓക്കെ, ഡൺ.